പോരിലേക്ക് സ്വാഗതം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. അവസാനഘട്ട പ്രചാരണവുമായി മുന്നണികളും സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായി കഴിഞ്ഞു. പ്രത്യേകിച്ച് കോൺഗ്രസ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അത്യന്തം പ്രധാനപ്പെട്ടതാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ട്രെൻഡ് മനസ്സിലാക്കുന്നതിനുള്ള അവസരം. അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കളെയും ശക്തരായ വനിതകളെയും യുവ നേതാക്കളെയും സാധാരണക്കാരെയും ഒപ്പം വ്യത്യസ്തരായ കലാകാരന്മാരെയും കോൺഗ്രസും ടീം UDFും ഇത്തവണ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി കളത്തിലിറക്കിയിരിക്കുന്നത്. സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുള്ളവരും സംസ്ഥാനത്തുടനീളമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിന്റെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് എന്നത് തന്നെ വലിയ പ്രത്യേകതയാണ്. ഇക്കൂട്ടത്തിൽ ഒഴിവാക്കാനാകാത്ത തന്റെ പരിമിതികളെ മനക്കരത്തോടെയും പ്രതീക്ഷയോടെയും നേരിട്ട് സമൂഹത്തിന് മാതൃകയായ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ഇരു കൈകളുമില്ലാതെ ജനിച്ച കണ്ണൂരിലെ ചിത്രകാരൻ വൈശാഖ് ഏറ്റുകൊടുക്ക. 29കാരൻ തിരഞ്ഞെടുപ്പ് ഗോതയിലെ വേറിട്ട കാഴ്ചയാവുകയാണ്. ചിത്രകാരനായ വൈശാഖ് ജീവിതത്തിൽ ആദ്യമായി സ്ഥാനാർത്ഥിയുടെ കുപ്പായമണിഞ്ഞിരിക്കുകയാണ്. അതും UDFിനായി. അതെ, വൈശാഖ് ഏറ്റുകൊടുക്കയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഗ്രാമപ്പോരിൽ സംസാരിക്കാൻ പോകുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡായ ഏറ്റുകൊടുക്കയിൽ നിന്നാണ് UDFിനായി വൈശാഖ് ജനവിധി തേടുന്നത്. ഭിന്നശേഷിക്കാരും സമൂഹത്തിന്റെ ഭാഗമാണെന്നും അവർക്കും നേതൃനിരയിലേക്ക് ഉയരാൻ കഴിയുമെന്നും തെളിയിക്കാനാണ് മത്സരത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് വൈശാഖ് പറയുന്നത്. പഞ്ചായത്തിലെ ഏകാധിപത്യത്തിനും സ്വജനപക്ഷപാതത്തിനുമെതിരെയാണ് സ്ഥാനാർത്ഥിത്വം എന്നത് രണ്ടാമത്തെ കാര്യം. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് പൊതുപ്രവർത്തന രംഗത്തും ചിത്രരചനയിലും ഒരുപോലെ തിളങ്ങുന്ന വൈശാഖിന്റെ വിശേഷങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രതിസന്ധികളെ ചവിട്ടുപടികളാക്കി റെക്കോർഡുകൾ വാരിക്കൂട്ടിയ വൈശാഖ് തിരഞ്ഞെടുപ്പ് അംഗത്തിനിറങ്ങിയപ്പോൾ UDFിനും വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെല്ലാം തിരഞ്ഞെടുപ്പ് സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന വൈശാഖ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ വേഷത്തിലാണ് സജീവമായിരിക്കുന്നത്. രാഷ്ട്രീയ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച വൈശാഖ് നിലവിൽ യൂത്ത് കോൺഗ്രസ് കാങ്കോൽ ആലപ്പടമ്പ് മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. LDFിന് മൃഗീയ ആധിപത്യമുള്ള പഞ്ചായത്താണ് കാങ്കോൽ ആലപ്പടമ്പ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ CPMന്റെ അക്രമ രാഷ്ട്രീയത്തിലും ഏകാധിപത്യത്തിലും മനം മടുത്താണ് താൻ ഒറ്റയ്ക്ക് കോൺഗ്രസ് സംസ്കാരം നെഞ്ചിലേറ്റിയതെന്നാണ് വൈശാഖ് പറയുന്നത്. അക്രമങ്ങൾ കണ്ടാണ് താൻ വളർന്നതെന്നും അതിനോട് യോജിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വേറിട്ട പാത സ്വീകരിച്ചതെന്നും വൈശാഖ് തുറന്നു പറയുന്നു. ഏറ്റുകൊടുക്കയിലെ ഇടതുകോട്ട തകർക്കുക എന്നത് അത്ര ചെറിയ കാര്യമല്ല. എന്നാൽ അതിന് വൈശാഖിന് സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസം നേതൃത്വത്തിനുണ്ട്. ജന്മനാ കൈകളില്ലാത്ത വൈശാഖ് തന്റെ അപാരമായ ഇച്ഛാശക്തി കൊണ്ടും കലാ മികവ് കൊണ്ടും ഇതിനകം വോട്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു. 1 മുതൽ 7 വരെ ഏറ്റുകൊടുക്ക AUP സ്കൂളിലും തുടർന്ന് ചീമേനി ഹൈസ്കൂളിലുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. പയ്യന്നൂർ കോളേജിൽ ബിരുദ പഠനകാലത്ത് KSUവിൽ സജീവമായ വൈശാഖ് മാടായി കോളേജിലെ PG പഠനകാലത്തും സംഘടനാ പ്രവർത്തനം തുടർന്നു. ഇപ്പോഴും തുടരുന്നു. ഏകാധിപത്യ ഭരണത്തിനും വികസന മുരടിപ്പിനും അഴിമതിക്കും പാരിസ്ഥിതിക ചൂഷണത്തിനുമെതിരെയാണ് വൈശാഖിന്റെ പോരാട്ടം. നാടിന്റെ സമഗ്ര വികസനവും പുരോഗതിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വൈശാഖ് തന്റെ കന്നി അംഗത്തിന് ഇറങ്ങിയിരിക്കുന്നത്. തന്നെ കൊണ്ടാവുന്ന വിധം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് വൈശാഖിന്റെ സ്വപ്നം. ഒപ്പം കലയാണ് കൈമുതൽ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും നേടിയിട്ടുണ്ട് വൈശാഖ്. കാലുകൾ കൊണ്ട് അത്ഭുതം തീർക്കുന്ന വൈശാഖ് ഓയിൽ പെയിന്റിംഗിൽ വരച്ച മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ ചിത്രം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഉമ്മൻചാണ്ടിയോടുള്ള വലിയ ആരാധനയാണ് ആ ചിത്രം വരയ്ക്കാൻ വൈശാഖിന് പ്രേരണയായത്. ഉമ്മൻചാണ്ടിയുടെ മുഖവും കണ്ണും മുടിയുമെല്ലാം ജീവൻ തുടിക്കുന്ന പൂർണ്ണതയോടെയാണ് ഈ യുവാവ് കാലുകൊണ്ട് വരച്ചൊരുക്കിയത്. ഈ ചിത്രം തേടി പലരും തന്നെ സമീപിച്ചിരുന്നെങ്കിലും വീട്ടിൽ തന്നെ സൂക്ഷിക്കാനാണ് തന്റെ തീരുമാനമെന്ന് വൈശാഖ് വ്യക്തമാക്കി. അത്രയേറെ പ്രിയപ്പെട്ടതാണ് വൈശാഖിന് ആ ചിത്രം. കഴിഞ്ഞ നവംബർ 16 ഏറ്റുകൊടുക്കയിൽ BLO ജീവനൊടുക്കിയ സംഭവത്തിൽ CPMനെ പ്രതിരോധത്തിലാക്കിയതിൽ നിർണായകമായതും വൈശാഖിന്റെ ഇടപെടലായിരുന്നു. കുന്നര UP സ്കൂളിലെ പ്യൂണായിരുന്ന അനീഷ് ജോർജ് ജോലി സംബന്ധമായ സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. വൈശാഖിന്റെ ഉറ്റ സുഹൃത്തും അയൽവാസിയുമായിരുന്നു അനീഷ് ജോർജ്. അനീഷ് ജോർജുമായുള്ള വൈശാഖിന്റെ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിട്ടത് സംഭവത്തിൽ CPMന്റെ പങ്ക് വ്യക്തമാക്കാൻ നിർണായക തെളിവായി മാറി. BLO എന്ന നിലയിൽ അനീഷ് ജോർജ് എല്ലാ വിവരങ്ങളും തന്നോട് പങ്കുവെക്കാറുണ്ടായിരുന്നെന്നും CPMന്റെ സമ്മർദ്ദം മൂലമാണ് മരണം സംഭവിച്ചതെന്നും ഉറപ്പാണെന്നും വൈശാഖ് ആരോപിച്ചിരുന്നു.
ചിത്രരചന ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലാത്ത വൈശാഖ് കൈകൾ കൊണ്ട് ചെയ്യുന്ന അതേ വേഗത്തിൽ പെയിന്റും ബ്രഷും ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കും. ഏറ്റുകുടുക്ക AUP സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ചിത്രരചന മത്സരത്തിൽ പങ്കെടുക്കുന്നതും സമ്മാനം നേടുന്നതും. അധ്യാപകർ നൽകിയ വലിയ പ്രോത്സാഹനവും പിന്തുണയുമാണ് ഈ രംഗത്ത് തുടരാൻ പ്രചോദനമായത്. ഇതിനകം 5000-ഓളം ചിത്രങ്ങൾ വൈശാഖ് വരച്ചു തീർത്തിട്ടുണ്ട്. മൗത്ത് ആൻഡ് ഫുഡ് പെയിന്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ അംഗമായ വൈശാഖ് 2021 ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പിലെ കന്നി അംഗത്തിലെ റെക്കോർഡ് ലക്ഷ്യം വെച്ചാണ് വൈശാഖ് തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ.